സുന്ദരമായ ജീവിതത്തിനിടയിൽ എവിടെയോ കാലിടറി വീണുപോയ കാരന്തൂർ കുടുംബാട്ടിൽ ഒ വിനോദ് എന്ന അധ്വാനിയുടെ നില ഇന്ന് പരിതാപകരമാണ്. കാർപ്പന്റർ തൊഴിലാളിയായിരുന്ന വിനോദ് കുരുവട്ടൂരിലെ ജോലിക്കിടയിൽ വീടിനു മുകളിൽ നിന്നും താഴേക്ക് വീഴുകയായിരുന്നു. വീഴ്ചയുടെ ആഘാതത്തിന്റെ ഫലമായി ശരീരം അരയ്ക്കു താഴെ തളർന്നുപോയി. ഭാര്യ ഋഷയുടെ സഹായത്തോടെയാണിപ്പോൾ വിനോദ് ജീവിതം നിലനിർത്തുന്നത്. 2 വർഷം ആവാനായപ്പോഴാണ് ഇപ്പോൾ ഞങ്ങളൊക്കെ ഓർമ്മ വരുന്നതിന് കണ്ണ് തുറക്കുന്നു. ഇപ്പോൾ ചുണ്ട് അനക്കുന്നുണ്ട്. അങ്ങോട്ട് പറയുന്നൊക്കെ കേൾക്കും, ഇങ്ങോട്ട് പറഞ്ഞൊന്നും കേൾക്കൂല. ആളെ ചെറുതായിട്ടൊക്കെ അറിയും. ചിലപ്പോൾ ഓർമ്മ ഉണ്ടാവില്ല. ഇപ്പോൾ ഏതൊരേട്ടനെ ചോദിച്ചിട്ട് മനസ്സിലായില്ല. ചികിത്സ പറഞ്ഞാൽ ഡോക്ടർ പറഞ്ഞാൽ സാധാരണ റെഡി ആവുന്നതാണ്. പ്രത്യേകിച്ച് മരുന്നൊന്നുമില്ല. അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ അന്ന് തന്നെ കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഓരോ പാലിയേറ്റീവിൻ്റെ സഹായം കൊണ്ട് ഓരോ ഹോസ്പിറ്റലിൽ പോവുക, തെറാപ്പി ചെയ്യണം, അതൊക്കെ തന്നെയുള്ളൂ. ചികിത്സയുടെ ഫലമായി നഷ്ടപ്പെട്ടിരുന്ന ഓർമ്മശക്തിയും ചലനശേഷിയും കുറേശ്ശെയായി തിരിച്ചു കിട്ടിയിട്ടുണ്ട്. ഭർത്താവിനെ പരിപാലിക്കുന്നത് കാരണം ഭാര്യ ഋഷയ്ക്ക് ജോലിക്കൊന്നും പോകുവാൻ കഴിയുന്നില്ല. 6ാം ക്ലാസ്സുകാരി ആർദ്രയും 1ാം ക്ലാസ്സുകാരൻ ആരുഷും അച്ഛന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് പകച്ചു നിൽക്കുകയാണ്. നന്മ പറ്റിയിട്ടില്ലാത്ത മനുഷ്യസ്നേഹികളാണ് ഇവിടെ പതിവ് പോലെ സഹായഹസ്തവുമായി എത്തിയത്. കുന്നമംഗലം ബ്ലോക്ക് പരിസരത്തെ ഓട്ടോ ഡ്രൈവർമാരുടെ കൂട്ടായ്മയായ സമഭാവന വിനോദിന് സഞ്ചരിക്കുവാനായി വീൽ ചെയർ സംഭാവന ചെയ്തു. ഈ 20 പേരടങ്ങിയ സംഘം പണം ചെറുക്കൂട്ടി ഈ ഒരു എല്ലാ സൗകര്യങ്ങളുള്ള ഒരു വീൽ ചെയറാണ് വാങ്ങിയിട്ടുള്ളത്. ഇതിന് സഹകരിച്ച എല്ലാ സുഹൃത്തുക്കളോടും ഇന്ന് നന്ദി അറിയിക്കാം. അതോടൊപ്പം ഭക്ഷണത്തിനുള്ള അരിയും അനാദികളും നൽകി. വിനോദിന്റെ വീട്ടുമുറ്റത്ത് നടന്ന ചടങ്ങിൽ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു. ഗംഗാധരൻ അധ്യക്ഷത വഹിച്ചു. സമഭാവനയുടെ പ്രവർത്തകർ പങ്കെടുത്തു. വിനോദിന് സഹായമെത്തിക്കുവാൻ തയ്യാറുള്ള മനുഷ്യസ്നേഹികൾക്ക് സിൻഡിക്കേറ്റ് ബാങ്കിലെ കുന്നമംഗലം ശാഖയിലെ ഋഷ VPയുടെ അക്കൗണ്ട് നമ്പറായ 44112200011366 എന്ന നമ്പറിൽ സഹായമെത്തിക്കാം. ലാൽ കുന്നമംഗലം, സ്പൈഡർനെറ്റ് ന്യൂസ്.